നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൈകടത്തി ഹൈക്കോടതി, സർക്കാരിന് തിരിച്ചടി. കഴിഞ്ഞ ദിവസം നമ്മുടെ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ ഒരു റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ടാണ് സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടൽ, റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ ശരിയായില്ല, കൃത്യമായിട്ടുള്ള അന്വേഷണം ഒന്നും തന്നെ നടത്തിയില്ല, അത് നടത്തണമായിരുന്നു, ഈ രീതിയിലൊരു അപ്രോച്ച് ആയിരുന്നില്ല ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ആ ഒരു വാർത്ത കണ്ടു നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ മൂടിവെച്ച സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി നടപടികൾ. മുദ്രവെച്ച കവറിൽ റിപ്പോർട്ടുമായി എത്തിയ സർക്കാരിനെ കോടതി മുൾമുനയിൽ നിർത്തി. കഴിഞ്ഞ 4 വർഷം നിങ്ങൾ ഈ റിപ്പോർട്ടിൽ എന്ത് ചെയ്തുവെന്നായിരുന്നു സർക്കാരിനോടുള്ള കോടതിയുടെ ആദ്യ ചോദ്യം. 2021 ഫെബ്രുവരി 6 റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നുവെന്ന് AG. പിന്നെ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ലെന്ന് മറുപടി. ഇതോടെയാണ് കോടതിയുടെ സ്വരം കടുത്തത്. നിഷ്ക്രിയതയ്ക്ക് ന്യായീകരണമുണ്ടോ എന്ന ഈ കോടതി. ഗുരുതര സ്വഭാവമുള്ള ലൈംഗിക പീഡനങ്ങൾ, പോക്സോ കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് ചെറുവിരൽ അനക്കിയില്ല? രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലെന്നും ഹൈക്കോടതി തുറന്നടിച്ചു. കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോൾ റിപ്പോർട്ടിൽ ചില പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നായി സർക്കാർ. ആർക്കെതിരെ എന്ത് കുറ്റം? ഇതൊന്നും റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ജസ്റ്റിസ് K ഹേമ നിലപാടെടുത്തതുകൊണ്ടാണ് സർക്കാർ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതെന്നും AG ന്യായീകരിച്ചു. അപ്പൊ സത്യത്തില് ആദ്യമേ ഇങ്ങനെ ഒരു അപ്രോച്ച് ആയിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും വഷളാകില്ലായിരുന്നു. കാരണം ഒരു അന്വേഷണ സമിതി രൂപീകരിച്ച് ആ അന്വേഷണ സമിതി, ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്, റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം തയ്യാറാക്കിയതാണ്. അപ്പൊ ഈ റിപ്പോർട്ട് ആദ്യമേ നമ്മുടെ സർക്കാർ ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ട് ഹൈക്കോടതി പഠിച്ച് അതിനകത്ത് എന്ത് വേണമെന്നത് ഹൈക്കോടതി തന്നെ തീരുമാനിച്ചേനെ. അപ്പൊ അങ്ങനെയായിരുന്നു ഇത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സുപ്രഭാതത്തിൽ എടുത്ത് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം അതിനകത്ത് മാധ്യമങ്ങൾ ഇടപെടുന്നു. മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിൽ ഇടപെട്ട് അതിനെ അങ്ങ് രൂക്ഷമാക്കി വെച്ചു, കുഴഞ്ഞു മറിഞ്ഞ ഒരു സംഭവമാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത്. ആദ്യമേ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും വഷളാകില്ലായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ ആദ്യമേ ഉണ്ടാകണമായിരുന്നു. അപ്പൊ ഏതായാലും ഇപ്പം മാധ്യമങ്ങൾ ഇടപെട്ട് കൊണ്ടുവന്ന കുറെ കേസുകളുണ്ടല്ലോ. അങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് അങ്ങ് ചാകര പോലെ അങ്ങ് ന്യൂസുകൾ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള കേസുകളിലൊക്കെ തന്നെ ട്വിസ്റ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിന്റെ കേസിലുണ്ടായ ട്വിസ്റ്റ്, അതിനകത്ത് കോടതി ആ ഒരു കേസിൽ സംശയം പ്രകടിപ്പിച്ചേക്കുകയാണ്. അതായത് രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡനവുമായിട്ടൊരു യുവാവ് രംഗത്ത് വന്നിരുന്നു. അപ്പൊ ആ ഒരു കേസിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. അതായത് ഈ യുവാവിന്റെ പരാതി ജെനുവിനാണോ എന്നുള്ളൊരു സംശയം കോടതിക്കുണ്ട് അത്രയും. അതിനൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഒരു റേപ്പ് കേസ് ഉണ്ടാവുകയാണെന്ന് വെച്ചോ. റേപ്പ് കേസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു വിക്ടിമിന്, ആ ഇരയ്ക്ക് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് റിയൽ ആയിട്ട് ജെനുവിൻ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. മുഴുവനായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു റേപ്പ് കേസ് നടന്ന് അപ്പൊ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന പരാതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിവുകളൊക്കെ തന്നെ കളക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പരാതി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തെളിവുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ആകെ ഉള്ളത് ആ ഇര പറയുന്ന കുറെ സാഹചര്യ തെളിവുകളാണ്. അപ്പൊ ഇരയ്ക്ക് ചില കാര്യങ്ങൾ ജെനുവിൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. അത് 4 കാര്യങ്ങളാണ്. അതായത് ഡേറ്റ്, ഏത് ദിവസമാണ് നടന്നത്, ഏത് സമയത്താണ് നടന്നത്, ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് നടന്നത്, എന്ത് സാഹചര്യമായിരുന്നു. അപ്പൊ ഈ ഒരു 4 ക്വസ്റ്റ്യൻ ഇര പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇര എന്താണ്, ജെനുവിൻ ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇവിടെ രഞ്ജിത്തിന്റെ കേസിൽ കോടതി വിലയിരുത്തിയിരിക്കുന്നത് പ്ലേസ് ഓഫ് ഒക്യുറൻസ്, ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നത്, ആ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഇരയുടെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ 4 കാര്യത്തിൽ ഇരയ്ക്ക് മറുപടി പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇര ജെനുവിനാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള കേസുകളിലൊക്കെ ട്വിസ്റ്റ് ഉണ്ടാവാൻ കാരണം തന്നെ ഇര പറയുന്ന വാദങ്ങളൊന്നും തന്നെ ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കോടതിക്കോ പോലീസിനോ കഴിയുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണെന്ന് പറയുന്നത്. ഇപ്പൊ രഞ്ജിത്തിന്റെ കാര്യത്തിൽ 2012 നടന്നതാണ്. അപ്പൊ ഇത്രയും ദിവസവും അല്ലെങ്കിൽ ഇത്രയും നാളുകൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരും. കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ 1 വർഷം മുമ്പ് നടന്നിട്ടുള്ള കേസാണ് എങ്കിൽ പോലും കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഇരയ്ക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം പീഡനം അനുഭവിച്ച വ്യക്തിയാണ്. പീഡനം അനുഭവിച്ച വ്യക്തിയാകുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഓർത്തിരിക്കും. അത്രയും വലിയ പീഡനം നേരിട്ടു എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, ജെനുവിനായിട്ട് ഓർത്തിരിക്കും. അപ്പൊ ഓർത്തിരിക്കുമ്പോൾ അവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വസ്തത അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പിന്നെ അവർ ജെനുവിനാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ ഉള്ളിൽ ഉയർന്നു വരും. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ കേസ് വ്യാജമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് മാധ്യമങ്ങൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
നല്ല രീതിയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ ഈ കാര്യങ്ങളൊക്കെ പോകാനും മാധ്യമങ്ങൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം തന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് ഏതെങ്കിലും ഒരു അന്വേഷണ സംഘത്തിന് കൈമാറി, പൂർണ്ണരൂപം കൈമാറി അവര് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അന്വേഷണം നടത്തി എല്ലാം ശരിയാക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായതിനു ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ് ഈ സംഭവങ്ങളൊന്നും മാറില്ലായിരുന്നു.